നമസ്കാരം, ഞാൻ ഡോക്ടർ ശാലിനി കൃഷ്ണ, ഇംകോപ്സ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാണ്. നേരത്തെ പറഞ്ഞല്ലോ, ചിലതരം ഭക്ഷണങ്ങളൊക്കെ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നു. ഇത്തരം ഭക്ഷണങ്ങൾ കണ്ടെത്തി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ചീസ്, ചോക്ലേറ്റ്, കഫീൻ, മദ്യമൊക്കെ ഇതിൽ പെടും. അഞ്ചാമതായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതായത് സമീകൃത ആഹാരം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, ഫൈബർ, വൈറ്റമിൻസ്, ധാതുക്കൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ള സന്തുലിതമായ ഭക്ഷണം പിന്തുടരാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ശരീരത്തിൻ്റെ പോസ്ചർ ശരിയായിട്ട് സൂക്ഷിക്കാതിരിക്കുവാണെങ്കിൽ അതും ഈ തോളിന് സ്ട്രെസ് ഉണ്ടായിട്ട് ഇതും മൈഗ്രെയിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ നല്ല പോസ്ചർ, അതായത് പേശിയുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കും. അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക. നടു നിവർത്തി ശരിയായ പോസ്ചറിൽ ഇരിക്കാനും നിൽക്കാനും ഒക്കെ ശീലിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം കുറയ്ക്കുക. ദീർഘനേരം സ്ക്രീനിൽ നോക്കിയിരിക്കുന്നതും കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കിയിട്ട് മൈഗ്രെയിന് കാരണമായേക്കാം. സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതോടെ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കാനും ശ്രദ്ധിക്കുക. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും IT ഫീൽഡിലാണ്. കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു സ്ഥലത്തും ജോലിയില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ക്രീനുകളിലൊക്കെ UV അതുപോലെ ബ്ലൂ ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും.